യെസ്, ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരിക്കുകയാണ്. ജനങ്ങൾ LDFന്റെ കൂടെയാണെന്ന് ഉറപ്പാണ് ഞങ്ങൾ തൊട്ടു മുമ്പുണ്ടായ പരാജയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കും, അതുകൊണ്ട് എല്ലാ തിരുത്തലും വരുത്തും. ജനങ്ങളെ ആശ്രയിച്ച് വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ LDF മുന്നേറും. പൂർണ്ണമായിട്ടും LDF ശോഭപ്രതീക്ഷയുണ്ട്, പൂർണ്ണമായിട്ടും. അത്തരം കുറവെല്ലാം നികത്തും, കുറവുണ്ടായിട്ടുണ്ട്, കുറവെല്ലാം നികത്തും. കനകോലുവിൻ്റെ കാർമ്മികത്വത്തിൽ കോൺഗ്രസ് കണ്ട എല്ലാ കിനാവുകളും പകൽക്കിനാവുകളാണ്. അതെല്ലാം പരാജയപ്പെടുമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. കനകോലുമല്ല കേരളത്തിൻ്റെ ഗതി ആലോചിക്കേണ്ടത്. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ ഗതികേടാണത്. ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കൂടിയ അതിൻ്റെ ഏറ്റവും വലിയ സമിതിയിലേക്ക് സർവപ്രതാപത്തോടും കൂടി ഒരു കനകോലുവിനെ കൊണ്ടുവന്ന് എല്ലാം കനകോലുമയം എന്ന് പറയുന്ന ആ നിലയിലേക്ക് കോൺഗ്രസ് പോയെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ശക്തിയെ കാണിക്കുന്നില്ല, രാജ്യബുദ്ധിയെ കാണിക്കുന്നു. അഭിലാഷ്, ഇതാണ് CPM ഇടതുമുന്നണിയുടെ നിലപാട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആ നിലപാടും ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം ഇപ്പോൾ MS എത്തിച്ചേർന്നിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു 100-110 സീറ്റ്, 100 മുതൽ 110 സീറ്റ് വരെ എന്ന ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ആ ഒരു ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു, നേടാൻ കഴിയുന്നു തന്നെയെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലൂടെ ഇടതുമുന്നണി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. അതായത് ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടി തന്നെയായിരുന്നു, ഞെട്ടിക്കുന്ന വിധി തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ച 3.5 മണിക്കൂർ നീണ്ട മന്ത്രിമാരുടെ യോഗം അതിന്റെ തുടക്കമായിരുന്നു. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതേ നിലപാട് ആവർത്തിക്കുന്നു. അതിലേക്ക് എത്താൻ CPI കഴിയുമെന്ന് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ടത് വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി എന്ന വലിയ സ്വയം വിമർശനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളിലാണ് വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് തിരിച്ചടി നേരിട്ടു എന്ന ചോദ്യമാണ് CPM-ഉം CPI-യും ഒക്കെ ചോദിക്കുന്നത്. അതിലൊരു കാരണമായി ഇപ്പോൾ മന്ത്രിസഭാ യോഗം തന്നെ കണ്ടെത്തുന്നത് വികസന നേട്ടങ്ങൾ, സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് കാര്യമായി എത്തിക്കാൻ കഴിയാതെ പോയി. സർക്കാരിന്റെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും PR ഉൾപ്പെടെ സംവിധാനങ്ങൾക്ക് അതിൽ പോരായ്മയുണ്ടായി. അത് തിരുത്താൻ സാമൂഹ്യ മാധ്യമ ഇടപെടൽ കൂടി ശക്തമാക്കാനാണ് ഇന്നലെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എല്ലാ മാർഗങ്ങളും, അത് സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് പലപ്പോഴും ഇടതുമുന്നണി കാര്യമായി പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് സാമുദായിക സംഘടനകളെ, സാമുദായിക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നീക്കം, അവിടെ ചില പരാജയം നേരത്തെ ഉണ്ടായിരുന്നു. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകും. ഏതായാലും അതുകൂടി കണ്ടുകൊണ്ടുള്ള ഇപ്പോൾ ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി K രാജൻ അടക്കമുള്ള 110 സീറ്റ് ടാർഗറ്റ് മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് സർക്കാരിന് കടുത്ത ആത്മവിശ്വാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഉള്ളത്. ഒരു പേടിയും ഒരു കാര്യത്തിലുമില്ല. ഒരു പേടിയും ഒരു കാര്യത്തിലുമില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൃത്യതയോടെയും വ്യക്തതയോടും കൂടി തന്നെയാണ് പോകുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ആ വികസന പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ആ വിധത്തിൽ തന്നെ എത്തിക്കാൻ സാധ്യമാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ എത്തിക്കും. ഒരു പ്രതിസന്ധിയും പേടിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പേടിച്ചിട്ടേ ഇല്ല എന്നെല്ലാവരോടും പറഞ്ഞേക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പേടിച്ചിട്ടേ ഇല്ല എന്നെല്ലാവരോടും പറഞ്ഞേക്കും. ഒരു കുഴപ്പമില്ല. അതാണ് മന്ത്രി K രാജന്റെ പ്രതികരണം. ഞങ്ങൾ പേടിച്ചിട്ടേയില്ല, 110 സീറ്റ് എന്നുള്ളത് നേടാൻ കഴിയുന്ന ടാർഗറ്റ് തന്നെയെന്ന് അദ്ദേഹവും പറയുന്നു. 3.5 മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇന്നലെ K രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷം ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം വരുന്നത്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ ഇപ്പോൾ കേട്ടതാണ്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത K രാജന്റെ പ്രതികരണം ആ രീതിയിലാണ്. ഇടതുമുന്നണി UDF-ന്റെ വയനാട് ലക്ഷ്യ സബ്മിറ്റിന് ശേഷം അവർ വലിയ ആത്മവിശ്വാസത്തോടുകൂടി 100-ലധികം സീറ്റ് എന്ന പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതേ നാണയത്തിൽ നേരിടുകയാണ് ഇടതുമുന്നണിയും. 100 UDF പറഞ്ഞാൽ 110 സീറ്റ് വരെ നേടാൻ ഇടതുമുന്നണിക്ക് കെൽപ്പുണ്ട്. ആ അടിത്തറ ഇപ്പോഴും ശക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
വലിയ ഒരു അടിത്തറ ഇളകലല്ല ഉണ്ടായത്. ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തെറ്റായ അഭിപ്രായമുണ്ടായി. അത് ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല. മറികടക്കാവുന്ന തിരിച്ചു വരാവുന്ന തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി ഒന്നടങ്കം നടത്തുന്നത്. അതിന്റെ ഭാഗമാണ് ഈ പ്രതികരണങ്ങളും. ഏതായാലും 110 സീറ്റ് ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF-ന്റെക്കാൾ 10 സീറ്റ് UDF അവകാശപ്പെടുന്നതിനേക്കാൾ 10 സീറ്റ് അധികം ലഭിക്കും. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കൂടിയായ MM മണിയുടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2006 മുതൽ ഇങ്ങോട്ട് നേടിയ സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ 100 കടന്ന് ഇനിയും മുന്നോട്ട് പോകും എന്ന ഒരു പ്രതീക്ഷ കൂടി അത്തരം സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിലൂടെയുണ്ട്. ഏതായാലും സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിൽ മുന്നണി പിന്നിൽ പോയി സർക്കാരിന്റെ PRD സംവിധാനം അടക്കം പരാജയപ്പെട്ടു എന്നൊക്കെ വിലയിരുത്തുമ്പോൾ അതുകൂടി മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയുടെ ക്യാമ്പയിനിൽ ഉണ്ടാകും. വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും തുല്യമായി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വികസനം പറഞ്ഞാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത്. വിവാദങ്ങൾ മാറ്റി നിർത്തി വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനായിരുന്നു മുന്നണി തീരുമാനം. പക്ഷേ അത് വേണ്ട രീതിയിൽ ഫലം കണ്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. ക്ഷേമം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ വികസനവും ക്ഷേമവും അതിനൊപ്പം തന്നെ രാഷ്ട്രീയവും പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരോട് തന്നെ പറഞ്ഞത്, നിങ്ങൾ രാഷ്ട്രീയം പറയണം, നിങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല പ്രതികരിക്കേണ്ടത്, രാഷ്ട്രീയം പറയണം എന്ന മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സമിതി യോഗത്തിലും സമാനമായ ആവശ്യം ഉയർന്നു വന്നിരുന്നു. മന്ത്രിമാർ രാഷ്ട്രീയം പറയുന്നില്ല എന്ന വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. അത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിമാർ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾ വരുമ്പോൾ UDF വലിയ ആത്മവിശ്വാസം നേരിടുമ്പോൾ ഭയന്ന് പിന്മാറാനല്ല, ഒന്നുകൂടി അഗ്രസീവായി തുടർഭരണത്തിൽ തുടർച്ച എന്താ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യം കൂടുതൽ ശക്തമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ തീരുമാനം. അതിന് ഒരുക്കിയത് ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ്. അഭിലാഷ്, യെസ്, തീർച്ചയായും. അതായത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഒപ്പം വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഉയർത്തി കാണിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഇടതു നയം. നേരത്തെ തന്നെ നമുക്കറിയാം, മിഷൻ 2026 34 സീറ്റുകളിലേക്കാണ് BJP ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ലക്ഷ്യ 2026 100 സീറ്റുകൾ എന്നതാണ് UDF-ന്റെ ലക്ഷ്യം. അതിനും ഒരു പടി മുകളിൽ 110 സീറ്റുകളുമായി മിഷൻ പിണറായി 3.0യിലേക്ക് ഇടതുപക്ഷവും കടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം ചൂടുപിടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെ എടുത്തു പറയേണ്ടത്, ഇതാ 2 ബജറ്റുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. പക്ഷേ ഞായറാഴ്ച തന്നെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിനുള്ള തയ്യാറെടുപ്പുകളും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ബജറ്റ് ഇതിൽ നിർണായകമാകാൻ സാധ്യതയുണ്ട്. ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അടുത്ത തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ക്ഷേമ പെൻഷൻ എന്നത് 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി ഉയർത്തിയത്. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലടക്കം 2500 രൂപയോളം ഈ ക്ഷേമ പെൻഷനുകൾ ഉയർത്തുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു വമ്പൻ പ്രഖ്യാപനമുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ വലിയ വികസന പദ്ധതികൾ, ഒരു പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാവുന്ന തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ, വൻ പദ്ധതികൾ ഒരു പക്ഷേ അടുത്ത ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കാം എന്നത് തന്നെയാണ്. സർക്കാരിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് എപ്പോഴും വോട്ട് ബാങ്കായി കൂടെ നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ക്ലാസ് എന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മിഡിൽ ക്ലാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളും അടുത്ത ബജറ്റിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സാധ്യത, അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. അരുൺ, അതാണ് ഇനി വരാൻ പോകുന്ന ബജറ്റ്. ഇതിനോടകം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ ഉയർത്തിയ പശ്ചാത്തലം, ക്ഷേമ പെൻഷൻ ഇത്രയും വർദ്ധിപ്പിക്കും, അതായത് 100 രൂപയൊക്കെ വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു ആ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ 2000-ലേക്ക് എത്തിച്ചു. അത് 2500-ലേക്ക് എത്തിക്കുന്ന സാഹചര്യം തള്ളിക്കളയാനാകില്ല. പക്ഷേ അപ്പോഴും ഈ ക്ഷേമ പെൻഷൻ കൂടി വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മോശം പ്രകടനമായി പോയേനെ എന്ന് CPIക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു.
അപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക, അത്തരം പ്രഖ്യാപനങ്ങളിലൂടെ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക, ആ സാധ്യത കൂടിയാണോ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും വികസനവും കരുതലുമായിരുന്നു ഇടതുമുന്നണിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 2020 തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇപ്പോൾ അതിൽ വികസനത്തിനൊപ്പം ക്ഷേമം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉണ്ടായെന്ന് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരമൊക്കെ ഇല്ലെന്ന് പറയുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അതിനെ തടഞ്ഞു നിർത്തിയത്, ഒരു പരിധി വരെ പിടിച്ചു നിർത്തിയത്, ഈ തിരിച്ചടി ഇത്ര മാത്രമാക്കി ചുരുക്കിയത്, അത് ഈ ക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെയെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നുണ്ട്, സർക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമത്തിൽ വിട്ടൊരു കളിക്കുമില്ല. ഈ വികസനം പറയുമ്പോഴും രാഷ്ട്രീയം പറയുമ്പോഴും ക്ഷേമ വാഗ്ദാനങ്ങളിൽ നിന്ന്, ക്ഷേമ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഒരു ക്യാമ്പയിൻ ഇടതുമുന്നണി തുടങ്ങാൻ പോകുന്നത് ഈ ഇടതുമുന്നണി സർക്കാർ വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തായിരുന്നു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാനത്തിന്റെ സ്ഥിതി, സ്കൂളുകളുടെ കാര്യം, വികസന കാര്യം, റോഡുകളുടെ കാര്യം ഒക്കെ ഇടതുമുന്നണി അല്ലാത്തൊരു കാലത്ത്, UDF സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ഇടതുമുന്നണി ഇതിനകം തുടങ്ങി വച്ചിട്ടുണ്ട്. അത് കൂടുതൽ വ്യാപകമാക്കും. അതുകൊണ്ട് തന്നെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ശക്തമായി തന്നെ കൂടുതൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ അതിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ക്ഷേമ പെൻഷനിൽ വർധനയ്ക്ക് തന്നെയാണ് സാധ്യത. സർക്കാർ ജീവനക്കാർക്ക് ഒരുപക്ഷെ ബജറ്റിന് മുമ്പ് തന്നെ അവരുടെ ശമ്പള വർധന പ്രഖ്യാപനങ്ങൾ വന്നേക്കാം. അത്തരത്തിൽ സർക്കാർ ജീവനക്കാരെ, സാധാരണക്കാരെ, സമൂഹത്തിലെ വിവിധ വിഭാഗ ജനങ്ങളെ കൂടെ നിർത്താൻ ആവശ്യമായ ഒരു നടപടികൾ ഈ ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഒരു കൃത്യമായ ഒരു സാമൂഹ്യ സോഷ്യൽ എഞ്ചിനീയറിംഗ് സർക്കാർ ഇടതുമുന്നണി നടത്തും. അതിനു പുറമെ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ജനങ്ങളെ ഒപ്പം നിർത്താനാകുമോ അത്തരം പ്രഖ്യാപനങ്ങൾ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു എന്ന് തന്നെയാണ് ഇടതുമുന്നണി കരുതുന്നത്. അത് ഇനിയും കൂടുതൽ ശക്തമായി നൽകാൻ തന്നെയാകും തീരുമാനങ്ങൾ ഉണ്ടാകുക. അഭിലാഷ്, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണിയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. 110 സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുമുന്നണി പോരാട്ടത്തിനിറങ്ങുന്നത്. അവിടെ രാഷ്ട്രീയം പറയുക എന്നത് മാത്രമല്ല, വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്. അതേസമയം എന്താണ് BJPയുടെ ന്യൂനപക്ഷ പ്ലാൻ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.